ATM-കളുടെ സംസ്ഥാന സമ്മേളനമാണ്. എത്ര കമ്പനികളുടെ ATM നോക്കിയാൽ എല്ലാ ബാങ്കുകളും ഇവിടെ ഒരുമിച്ച് ATM തുറന്നിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ATM. പിന്നെ ഒന്നിലധികം ATM-കളും ഉണ്ട് ഒരേ ബാങ്കിൻ്റെ. അല്ലാതെ എല്ലാ ബാങ്കുകളുടെയും ATM ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി ATM-ൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഡ്രാം വരുന്ന സ്റ്റാൻഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡ്രാം വരുന്ന സ്റ്റാൻഡ് കിട്ടതാ. ഇവിടെ തുണി ഷോപ്പുകളാണ് കൂടുതലും. ഇത് ലേഡീസിൻ്റെയും കുട്ടികളുടെയൊക്കെയാണ്. വീണ്ടും കണ്ടോ ATM ഒക്കെ ഭയങ്കര സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡ്രാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ബസ്സില്ല, ഡ്രാമാണ് കൂടുതൽ. ഇൻസ്റ്റന്റ് ക്യാഷ്. ഇത് ഒരു ഗ്രാൻഡ് ബസാറിൻ്റെ ഔട്ട്സൈഡാണ്. ഔട്ട്സൈഡിലുള്ള ഒരു ഏരിയ. പക്ഷേ സ്ട്രീറ്റുകളൊക്കെ എല്ലാം വൃത്തിയുണ്ട് കേട്ടോ. ഒന്നും കച്ചടമില്ല. എല്ലായിടും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. നല്ല വൃത്തിയാണ്. ആൾക്കാരൊക്കെ ആഹാരം കഴിക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഇരുന്നും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എപ്പോഴെപ്പോഴും പോകുന്നുണ്ട്. മണി ഇപ്പോൾ 6:20 പക്ഷേ സൗദി അറേബ്യയിൽ മഗ്രിബ് ബാങ്ക് വിളിച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ച് കാണും. ഇവിടെ അതേ സെയിം ടൈമിംഗ് ആണെങ്കിലും ഇവിടെ ഇതുവരെ നേരെ കിട്ടിയിട്ടില്ല കേട്ടോ. 6:20. ഇവിടെ ആവശ്യം പോലെ സ്കൂട്ടറുണ്ട്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇവിടെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ആഴ്ചകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതേ കൊണ്ടിങ്ങനെ മറച്ചിരിക്കുകയാണ് അവിടെയൊക്കെ. ആരും അത് റെന്റിന് എടുക്കുന്നില്ല കൂടുതലായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറം സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പോവാം. അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ട്രഡീഷണൽ വേഷമൊക്കെ കെട്ടി നിന്ന് അതിങ്ങനെ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഡ്രാം വന്നിട്ട് ഡ്രാമിന് എന്തോ പ്രോബ്ലമായി. ഡ്രാം റോഡിൻ്റെ നടുവിൽ നിർത്തിയിട്ട് അവിടെ ലൈറ്റ് എന്തും കണ്ടൊക്കെ റിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ ഡ്രാം ഓടിച്ചു പോവാം. ഇതൊരു മസാല ഷോപ്പാണ്. മസാല മാത്രമല്ല, ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഒരാൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട്. ശുക്രാൻ. പുള്ളി എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. അതെ, നട്ട്സ്. ഇവിടെ എല്ലാം നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇത് സ്വീറ്റ്സ് ഷോപ്പാണ്. സ്വീറ്റ്സ് അതുപോലെ നട്ട്സും. എന്തൊക്കെ ടൈപ്പ് നട്ട്സ് ഉണ്ടോ ആളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വിളിച്ച് കൊടുക്കുന്നു. ബൈ ബൈ, താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം മുസ്ലിംസാണ്. പക്ഷേ ഇവരെ ശൈലിയെല്ലാം യൂറോപ്യൻ ശൈലിയാണ്. ഡ്രസ്സൊക്കെ ടോട്ടലി യൂറോപ്യൻസ് ഡ്രസ്സ് ധരിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എത്താത്ത ടൈപ്പ് രീതിയിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും റോഡിലും നമ്മൾ വാക്ക് ചെയ്യാനുള്ള സ്ഥലവും ആ നടുക്കൂടി ഡ്രാമും ചെറു വാഹനങ്ങളും മാത്രമേ പോകുള്ളൂ കേട്ടോ. അതുവഴി ബസ്സില്ല, ഫുള്ളി ഡ്രാം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഗ്രാൻഡ് മോസ്ക്. പക്ഷേ ഈ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് അല്ല കേട്ടോ. ഇത് 4 മോസ്കുകൾ ചേർന്നതാണ് ഗ്രാൻഡ് മോസ്ക്. ഈ കാണുന്നുണ്ട്. ഇത് അതിൻ്റെ പിന്നിൽ, അതിൻ്റെ സൈഡിൽ, ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നതാണ്. ഈ എല്ലായിടത്തും ഐസ്ക്രീം ഇളക്കുന്ന ഒരു വലിയൊരു പരിപാടിയുണ്ട് കേട്ടോ. നോക്കിയാൽ ഇതവരുടെ ഒരു മെയിൻ ബിസിനസ്സാണ് ഈ ഐസ്ക്രീം
ഇട്ട് അടിച്ച് മറിച്ച് ഇളക്കി കുത്തി ഉണ്ടാക്കുന്ന ഐസ്ക്രീം വേണ്ടത്. തുർക്കികളാണ് ഈ പരിപാടി. എന്തായാലും നമ്മളൊരു വീഡിയോ എടുക്കാം കേട്ടോ അതിൻ്റെ. അയാൾ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. Can I take also? Brother, can I take video also? No problem. Just take video. Alright. Aynı. Bu. Aynısından. ഇവിടെ ആക്ഷൻ പരിപാടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ കൂടുതലായിട്ട് അതിനകത്ത് അഭിനയിക്കാൻ തയ്യാറല്ല. എന്തായാലും അവർക്ക് ഫീസിൽ വെച്ച് കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കിയാൽ വേസ്റ്റ് എടുക്കണണ്ട. വേസ്റ്റ് എടുക്കണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേസ്റ്റ് ഇടുന്ന അവരൊരു പ്രത്യേക ഇതിലാണ്. ആ കുഴിയിലേക്കാണ് ആ ഡോറ് തുറന്ന് വേസ്റ്റ് ഇടുന്നത്. ആ വേസ്റ്റ് വണ്ടിയിലേക്ക് കയറ്റുന്ന നോക്കിയോ, അത് ഇവിടെ ഇങ്ങനെ നോക്കും. കണ്ടോ, പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ താങ്ക് യു. ഇവിടെ നോക്കിയോ, വേസ്റ്റ് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറ്റുന്നത് കേട്ടോ. താങ്ക് യു. ഫിനിഷ്. ക്രെയിൻ വെച്ചിരിക്കണേ. ക്രെയിൻ വെച്ചിട്ട് അത് മൊത്തം എടുത്ത് മേളിലേക്ക് തട്ടുകയാണ്. നമുക്ക് കാണാലോ എന്താണ്. നമ്മൾ സൗദി അറേബ്യയിലൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പാണ് കേട്ടോ. അത് ലോക്ക് ചെയ്തു. ഭൂമിയുടെ അടിയിൽ നിന്ന് എന്റെ പൊന്നു, അത് വലിയൊരു ഡ്രം ആണല്ലോ. വലിയൊരു ഡ്രമ്മാ. ക്രെയിൻ ഉപയോഗിച്ചെടുത്തു കേട്ടോ വണ്ടിയിൽ. ഓക്കെ, ആകെ 2 പേരുണ്ട്. ഒരു ഡ്രൈവറും ഒരു അസിസ്റ്റന്റും ഉണ്ട്. പുള്ളി അവിടെ നിന്ന് എടുത്ത് ഇനി ഇതിലേക്ക് തട്ടുമെന്നാ തോന്നുന്നത്. അതെ, കണ്ടോ വേസ്റ്റ് എന്തുമാത്രം വേസ്റ്റ് അതിനകത്തേക്ക് പോകുന്നെങ്കിൽ ഭൂമിയുടെ അടിയിലേക്കാ പോവാ. അത് കാരണം വേറൊരു പ്രശ്നമില്ല. എവിടെയെങ്കിലും നാറുകയില്ല. വലിയൊരു വണ്ടിയിൽ തട്ടി, വലിയൊരു വണ്ടിയിൽ തട്ടിയവര്. അതിനകത്ത് ഡ്രം വെച്ചിട്ടുണ്ട്. ആ ഡ്രമ്മിനകത്തേക്ക് തട്ടി വേസ്റ്റ്. ഇത് ഭയങ്കര പരിപാടിയാണ്. അതെവിടെ ഇത് റിമോട്ടിലാണ് ഒരാൾ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് കേട്ടാ. റിമോട്ടിൽ ഈ ചേട്ടൻ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. ഹായ്, ഇത് വേസ്റ്റ് മാനേജ്. എത്ര ഈസി ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാൽ. ആകെ ഇവിടെ ഉണ്ടാവുന്ന സ്പേസ് ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഇതിന്റെ അടിയിലാണ് ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഡ്രമ്മ് തിരിച്ച് ഇവിടെ ഇറക്കി വെച്ചു. മേളിലേക്ക് നോക്കുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ചേട്ടൻ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. വെളിയിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. ഇതിലാണ് കൺട്രോൾ ചെയ്യാം. അടുത്ത് വീണ്ടും ലോക്ക് ചെയ്തു. ഇതെടുത്തു, അതെടുക്കുന്നു. ഇതെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ക്ലോസ് ആവും കേട്ടോ. നേരെ മറ്റേതിലെന്തോ അത് ബ്രേക്കായി ക്ലോസ് ആയില്ല. നോക്കിയാ ഡ്രമ്മിനകത്തേക്ക് തട്ടുകയാണ്. ഈസി പരിപാടി. സ്ഥലവും വേസ്റ്റില്ല, ഏരിയയും ചീത്താവില്ല, നാറുകയില്ല, ഒന്നുമില്ല. തിരിച്ച് അതുപോലെ തന്നെ ഇവിടെ വെച്ചു.
ആരെങ്കിലും മേളിൽ നിന്ന് കാണുമ്പോഴത്തേ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുമാതിരി ഇരിക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, നാറ്റമില്ല, ഒന്നുമില്ല, തുറന്നു കിടക്കില്ല. കാക്ക, ഈച്ച, പട്ടി, പൂച്ച ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വന്ന് വലിച്ചു വെളിയിലിടുക അങ്ങനെ ഒന്നുമില്ല. അത് വേസ്റ്റ് വാരുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വണ്ടിയിലേക്ക് തട്ടുമ്പോൾ എന്തെങ്കിലും താഴത്ത് പറന്ന് വീണ് കഴിഞ്ഞാൽ അത് അപ്പോഴും തന്നെ ക്ലീൻ ചെയ്ത് അവർ വാരി എടുക്കുന്നുണ്ട്. വെച്ചു സെറ്റ് ചെയ്തു. ക്രെയിൻ തിരിച്ചു വയ്ക്കും. പരിപാടി എല്ലാം കഴിഞ്ഞു. എന്തായാലും തുർക്കിക്കാരുടെ പരിപാടി കൊള്ളാം. ക്രെയിൻ അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ നിന്നാണ് കൺട്രോളർ കേട്ടോ. പുള്ളിയാണ് ഡ്രൈവിങ്ങും ഈ കൺട്രോളും എല്ലാം ചെയ്യുന്നത്. ഒരാൾ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞു. പടക്ക് പടക്കെ എന്നാണ് പരിപാടി. ഇത് നല്ല പരിപാടിയാട്ടോ. ഇത് മറ്റുള്ള രാജ്യങ്ങളും ഇത് കണ്ട് മാതൃകയാക്കേണ്ടതാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയൊക്കെ ആൾക്കാർ കണ്ട എന്തുമാത്രം നടക്കുന്നു നോക്കുക. അവരിങ്ങനെ നടന്നു പോവുകയാണ് കൂടുതലും. വാഹനമില്ല, അത് പ്രശ്നമില്ല അവർക്ക്. ട്രാം നല്ല സ്പീഡിലും പോകുന്നുണ്ട് കേട്ടോ. അതേ നോക്കിയാൽ എന്ത് സ്പീഡിലാണ് ട്രാം പോകുന്നത്. ഈ ട്രാം പോകുന്നത് അത് റോഡേക്കാണ് വാഹനങ്ങളും പോകുന്നത്. പക്ഷെ ട്രാം നല്ല കത്തിച്ച് പോകുന്നു. പതിയെ പോകുന്ന സമയങ്ങളും ഉണ്ട്. എവിടെ നിന്ന് അങ്ങോട്ട് കടലാണ് കേട്ടോ. ആ ഭാഗം ആ കാണുന്നത് കടലാണ്. ഇതേ കണ്ടോ, ഇത് കടല്. ഇങ്ങനെ എത്രയും ഇങ്ങോട്ട് കയറി വരിക. ഒരു 200-300 മീറ്റർ ഉണ്ടാവും അവിടെ ഇങ്ങോട്ട് കരയിലേക്ക് കയറി വരിക. ഇത് നമ്മളെ സൗദിയിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണ്. അതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ചെറിയ സ്നാക്ക് ഷോപ്പാണ് ഇവിടെ കേട്ടോ. ആൾക്കാർ സ്നാക്സും ജ്യൂസും ഒക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു ജുബിൻ ബ്രെഡ് ഞാൻ എടുത്ത് കഴിച്ചു. ഇനി എന്തായാലും എനിക്കൊരു ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിച്ചിരുന്ന് നേരത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് എൻ്റെ ലക്ഷ്യം. പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക. പിന്നെ നാളെ വീണ്ടും ഇവിടേക്ക് ഇറങ്ങി കറങ്ങാം. വയ്യോ പോകുന്നവരൊക്കെ എന്നെ വിളിച്ച് കൈ കാലും ഒക്കെ കാണിക്കണം. ഹായ് വായ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നത് അവർക്ക് വീഡിയോ എടുക്കുന്ന എന്തോ ഒരു സംഭവം പോലെയായിട്ടാണ് ഇവർ കാണുന്നത് കേട്ടോ. എന്താണെന്ന് പറയാം. അതുപോലെ ഞാൻ ഇറ്റലി പോയപ്പോഴത്തേക്ക് അവിടെ സ്ട്രീറ്റിലെ ബിസിനസ്സുകാർക്കൊന്നും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. അവരൊക്കെ ബഹളം വയ്ക്കുകയാണ്. പക്ഷെ അത് വിദേശികളാണ് അവിടുത്തെ സ്ട്രീറ്റിലെല്ലാം ബിസിനസ്. അതുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നാട്ടിൽ ഈ അവരുടെ വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേടാവും. അതുകൊണ്ടായിരിക്കും അവർ അനുവദിക്കാത്തത്. ഇവിടെ പക്ഷേ ഇവരെ സ്വന്തം നാടല്ലേ, അവർ തന്നെയാണ് ഈ ബിസിനസ്സൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല വീഡിയോ കാണിച്ചത്. റാമിൽ എപ്പോഴും നോക്കിയാലും ഇത് കണക്ക് ജനമുണ്ട് കേട്ടോ. അത് ഇവരെവിടെ ഇറങ്ങുന്നു എവിടെ കയറുന്നു എന്നൊന്നും എനിക്കൊന്നും അറിയില്ല. ഇത് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു പുരാതന കാലത്ത് കേട്ടോ. അത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെതാണ് ഈ കാണുന്നത്. എന്താണെന്ന് നോക്കട്ടെ. ഫോറം ഓഫ് ദി ഓഡിയോസ് ആൻഡ് ദ ട്രിമ്പിൾ ആർച്ച്. അതിൻ്റെ ഈ ആർച്ചിൻ്റെ പഴയ രൂപമാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ പഴയ രൂപത്തിലും ഈ പുതിയ രൂപത്തിലും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതന്ന് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. ഇപ്പോൾ അത് നമ്മൾ കളറായിട്ട് കാണുന്നു. ഇത് കണക്ക് തന്നെ ആ ഒരു പഴയ
രൂപത്തിൽ തന്നെ ഇപ്പോഴും ഉള്ളത്. കുറേ ഉണ്ടാക്കിയ എന്തോ സ്റ്റോൺസുകളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്. നമ്മളെ ട്രിപ്പ് കൊളാവോ? പനി അടിച്ചു കഴിഞ്ഞാൽ പണി എടുക്കേണ്ടി വരും. ഒന്നാമതേ റെസ്റ്റ് ഇല്ലാതെ ഉള്ള ഈ യാത്ര എനിക്ക് തോന്നുന്നു വല്ലതും പനിയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ തീർത്തും നമ്മൾ കടന്നു പോകും. എന്തായാലും ഇവിടുത്തെ സ്ട്രീറ്റിലെ വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം.